സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. അവനൊരു പശുവിനെ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഹാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാൽ കണ്ടു, സീ എന്ന് പറഞ്ഞാൽ കണ്ടു, കണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഹി ഹാസ് സീൻ എ കൗ. അവനൊരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാസ് സീൻ എ കൗ. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് സീൻ എ കൗ. അവനൊരു പശുവിനെ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ എ കൗ. അവൻ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ദേ ഹാവ് സീൻ എ കൗ. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് സീൻ എ കൗ. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് സീൻ എ കൗ. അവർ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു പശുവിനെ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? വി ഹാവ് സീൻ എ കൗ. ഞങ്ങൾ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ എ കൗ. ഞങ്ങൾ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ എ കൗ. ഞങ്ങളൊരു പശുവിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഇപ്പം ഹാസ് ഓർ ഹാവാണ് ഉപയോഗിക്കുന്നത്. ഉണ്ട് എന്നുള്ള അർത്ഥം വരുന്നതാണ് ഹാസ് ഓർ ഹാവ്. അപ്പോൾ അതിൽ പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്ന വെർബിന് മൂന്നാമത്തെ രൂപമാണ് സീ. സി, സോ, സി. അപ്പോൾ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ഹാസ് ഗോൺ പോയിട്ടുണ്ട്. ഹാസ് കം വന്നിട്ടുണ്ട്. ഹാസ് കം വന്നിട്ടുണ്ട്. ഹാസ് കം വന്നിട്ടുണ്ട്. ഹാസ് സീൻ കണ്ടിട്ടുണ്ട്. ഹാസ് സീൻ കണ്ടിട്ടുണ്ട്. ഹാസ് സീൻ കണ്ടിട്ടുണ്ട്. ഹാസ് ലേൺഡ് പഠിച്ചിട്ടുണ്ട്. ഹാസ് ലേൺഡ് പഠിച്ചിട്ടുണ്ട്. ഹാസ് ലേൺഡ് പഠിച്ചിട്ടുണ്ട്. ഹാസ് റിട്ടൺ എഴുതിയിട്ടുണ്ട്. ഹാസ് റിട്ടൺ എഴുതിയിട്ടുണ്ട്. ഹാസ് റിട്ടൺ എഴുതിയിട്ടുണ്ട്. ഹാസ് റീഡ് വായിച്ചിട്ടുണ്ട്. ഹാസ് റീഡ് വായിച്ചിട്ടുണ്ട്. ഹാസ് റീഡ് വായിച്ചിട്ടുണ്ട്. ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട്. ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട്. ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട്. വാട്ട് ഹാസ് ഹി ടേക്കൺ. അവൻ എന്തെടുത്തിട്ടുണ്ട്? വാട്ട് ഹാസ് ഹി ടേക്കൺ. അവൻ എന്തെടുത്തിട്ടുണ്ട്? വാട്ട് ഹാസ് ഹി ടേക്കൺ. അവൻ എന്തെടുത്തിട്ടുണ്ട്? അവനൊരു പേന എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. ഹി ഹാസ് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടുണ്ട്. ഹി ഹാസ് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടുണ്ട്. ഹി ഹാസ് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടുണ്ട്. ഹി ഹാസ് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടുണ്ട്.
അവനൊരു പേന എടുത്തിട്ടില്ല എന്ന് എങ്ങനെയാ പറയാ? ഹി ഹാസ് നോട്ട് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടില്ല. ഹി ഹാസ് നോട്ട് ടേക്കൺ എ പെൻ. അവനൊരു പേന എടുത്തിട്ടില്ല. അവൻ ഹൗ മെനി ബുക്സ് ഹാസ് ഹി റീഡ്. അവൻ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ട്? ഹൗ മെനി ബുക്സ് ഹാസ് ഹി റീഡ്. അവൻ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ട്? ഹൗ മെനി ബുക്സ് ഹാസ് ഹി റീഡ്. അവൻ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ട്? ഹി ഹാസ് റീഡ് 3 ബുക്സ്. അവൻ 3 പുസ്തകം വായിച്ചിട്ടുണ്ട്. ഹി ഹാസ് റീഡ് 3 ബുക്സ്. അവൻ 3 ബുക്ക് വായിച്ചിട്ടുണ്ട്. ഹി ഹാസ് റീഡ് 3 ബുക്സ്. അവൻ 3 ബുക്ക് വായിച്ചിട്ടുണ്ട്. അവർ എന്ത് എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ഹാവ് ദേ റിട്ടൺ. അവർ എന്ത് എഴുതിയിട്ടുണ്ട്? 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 അച്ഛൻ എപ്പോൾ ഉണർന്നിട്ടുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? വെൻ ഹാവ് ദ ഫാദർ വോക്കൺ. അച്ഛൻ എപ്പോൾ ഉണർന്നിട്ടുണ്ട്? 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 അവർ മദ്രാസിൽ പോയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് ദേ ഗോൺ ടു മദ്രാസ്. അവർ മദ്രാസിന് പോയിട്ടുണ്ടോ? 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 അവൾ പോയിട്ടില്ല എന്നിങ്ങനെ പറയാം? ഷി ഹാസ് നോട്ട് ഗോൺ. അവൾ പോയിട്ടില്ല. 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 ആൺകുട്ടികൾ വന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഹാവ് ദ ബോയ്സ് കം. ആൺകുട്ടികൾ വന്നിട്ടുണ്ടോ? 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 നീ വന്നിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു കം. നീ വന്നിട്ടുണ്ടോ? 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 സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഹാസ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഹാവ് ഉപയോഗിക്കുന്നു. പിന്നെ യുവിൻ്റെ ഒപ്പം ഹാവ് ഉപയോഗിക്കുക കേട്ടോ. അവർ ഓടിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് ദേ റൺ. അവർ ഓടിയിട്ടുണ്ടോ? 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 നീ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുക? ഹാവ് യു സ്ലെപ്റ്റ്. നീ ഉറങ്ങിയോ? ഹാവ് യു സ്ലെപ്റ്റ്. നീ ഉറങ്ങിയോ? ഹാവ് യു സ്ലെപ്റ്റ്. നീ ഉറങ്ങിയോ? അവൻ ഓടിയോ എന്നെങ്ങനെ ചോദിക്കുക? ആസ്ക് ഹി റൺ. അവൻ ഓടിയിട്ടുണ്ടോ? 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 അവർ ചാടിയിട്ടുണ്ടോ എന്നിങ്ങനെ പറയാം? ഹാവ് ദേ ജംപ്ഡ്. അവർ ചാടിയിട്ടുണ്ടോ? 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 ഹാവ് ദ ടീച്ചർ ഗോൺ ടു കോട്ടയം. ടീച്ചർ കോട്ടയത്തിന് പോകുന്നുണ്ടോ? ഹാവ് ദ ടീച്ചർ ഗോൺ ടു കോട്ടയം. ടീച്ചർ കോട്ടയത്തിന് പോകുന്നുണ്ടോ? ഹാവ് ദ ടീച്ചർ ഗോൺ ടു കോട്ടയം. ടീച്ചർ കോട്ടയത്തേക്ക് പോകുന്നുണ്ടോ? ഹാവ് ദ ടീച്ചർ ഗോൺ ടു കോട്ടയം. ടീച്ചർ കോട്ടയത്തിന് പോകുന്നുണ്ടോ?
അവൻ നിന്നിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാ? ഹി ഹാസ് സ്റ്റുഡ്. അവൻ നിന്നിട്ടുണ്ട്. ഹി ഹാസ് സ്റ്റുഡ്. അവൻ നിന്നിട്ടുണ്ട്. ഹി ഹാസ് സ്റ്റുഡ്. അവൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.